മാത്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സന്തോഷത്തോടെ സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ചെറിയ ഒന്ന് രണ്ട് ടിപ്സുകളാണ് മാത്തമാറ്റിക്സിലെ. അത് ഒന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫ്രാക്ഷൻസിൻ്റെ ഭിന്നസംഖ്യകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അവ എങ്ങനെ നമുക്ക് മനക്കണക്കായിട്ട് ഇതിൻ്റെയൊക്കെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. പലതരത്തിൽ വരുന്ന ഫ്രാക്ഷൻസിൻ്റെ പ്രത്യേകതകൾ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഈ വീഡിയോ ആദ്യമായി കാണുന്ന കുട്ടികൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സമയം കളയാതെ ഞാൻ ക്ലാസ്സിലേക്ക് പോവാണ്. എല്ലാ പ്രോബ്ലംസും നിങ്ങൾക്കിത് മനക്കണക്കായിട്ട് ഒരു വർക്കൗട്ടും ചെയ്യാതെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. ഓരോന്നിനും 2 വീതം ചോദ്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായാൽ, ഒന്നാമത്തെ രീതി മനസ്സിലായാൽ രണ്ടാമത്തെ രീതി നിങ്ങൾക്ക് സ്വയം തന്നെ വേണമെങ്കിൽ കണ്ടുപിടിക്കാൻ കൂടി കഴിയും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1 + 1/2. ഒരു ഫ്രാക്ഷൻ 1 വരുന്ന ഒരു ഫ്രാക്ഷൻ ന്യൂമറേറ്റർ ആയിട്ട് അതിന്റെ കൂടെ 1 കൂട്ടുമ്പോൾ എന്ത് വരും എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ആൻസർ നമുക്ക് വരുന്നത് ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് ഇത് എഴുതിയാൽ മതി. അതായത് 2ഉം 1ഉം കൂടെ കൂട്ടി 2 എഴുതിയാൽ മതി. 2ഉം 1ഉം കൂട്ടി 2, അല്ലെങ്കിൽ 1ഉം 2ഉം കൂടെ കൂട്ടിയിട്ട് /2 എഴുതിയാൽ മതി. അപ്പൊ ആൻസർ നമുക്ക് കിട്ടും 3/2. അതായത് ഒന്നിന്റെ കൂടെ ഒന്ന് വരുന്ന, അതായത് ഒരു അംശത്തിൽ ഒന്ന് വരുന്ന, ന്യൂമറേറ്റർ ഒന്ന് വരുന്ന ഒരു ഫ്രാക്ഷൻ നമ്മൾ കൂട്ടുമ്പോൾ, 1നോട് കൂട്ടുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഇതിനെ നമ്മൾ ഒന്നിനെ നമ്മൾ നോക്കേ വേണ്ട ആവശ്യമില്ല. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് താഴത്തത് അങ്ങ് എഴുതി വെച്ചാൽ മതി. സിമ്പിൾ അല്ലേ? ഇനി അതേമാതിരി ഇത് നിന്റെ ആൻസർ നിങ്ങൾക്ക് പറയാൻ പറ്റും. നോക്കൂ, ഇതിനെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല. 5ഉം 1ഉം കൂട്ടിയാൽ എത്ര കിട്ടും? 6. അപ്പൊ ആൻസർ നമുക്ക് കിട്ടി 6/5. സിമ്പിൾ അല്ലേ? ഇതേ ഐഡിയ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ മൈനസ് ആയതുകൊണ്ട് നമ്മൾ 1നെ നോക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ എത്ര വരിക? 3 - 1 /3. ആരെ ഇതിനെ നോക്കിയിട്ടേ ഇല്ല. ഇതിവിടെ മൈനസ് ആയതുകൊണ്ട് 3 1 കുറച്ച് മേലെ എഴുതി, /, താഴത്തത് തന്നെ എഴുതി. അപ്പൊ 3 - 1 എത്ര? ആൻസർ 2/3. സിമ്പിൾ. അതേമാതിരി 1 - 1/7 നിങ്ങൾ ഒന്ന് പറയൂ, എത്ര വരും? ഇതിനെ നോക്കേണ്ട ആവശ്യം നമുക്കില്ല. 7 1 സബ്ട്രാക്ട് ചെയ്യുക, എത്ര കിട്ടും? 6 /7. സിമ്പിൾ അല്ലേ? ഓക്കെ, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ. ഓക്കെ, ഞാൻ മൂന്നാമത്തെ ടൈപ്പിലേക്ക് പോവുകയാണ്. നോക്കൂ, 1/2 + 1/3. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇവിടെയും 1 വരുന്ന ഒരു ഫ്രാക്ഷൻ ഉണ്ട് ന്യൂമറേറ്ററിൽ, ഇവിടെയും 1 വരുന്ന ഫ്രാക്ഷൻ, അതായത് അംശത്തിൽ 1 വരുന്ന ഒരു ഭിന്നസംഖ്യയുണ്ട്, അംശത്തിൽ 1 വരുന്ന ഒരു ഭിന്നസംഖ്യയുണ്ട്. ഇവിടെ നോക്കൂ, ഇവിടെ ഞാൻ ഭിന്നസംഖ്യ രൂപത്തിൽ എഴുതിയത് 1 മാത്രമേ ഉള്ളൂ. ഇവിടെ 2 അംശത്തിൽ 1 വരുന്ന, ന്യൂമറേറ്ററിൽ 1 വരുന്ന ഫ്രാക്ഷൻ ആണ്, ഭിന്നസംഖ്യയാണ്. അങ്ങനെയുള്ളത് എങ്ങനെ കൂട്ടുമെന്നാണ്. സിമ്പിൾ ആണ്. എന്ത് ചെയ്യുക? ആദ്യം ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 3, രണ്ടും കൂടെ ഗുണിക്കുക. പിന്നെ ഇത് രണ്ടും കൂടെ ഗുണിച്ചതുപോലെ അത് രണ്ടും തമ്മിൽ കൂട്ടിയാൽ മതി. 2ഉം 3ഉം കൂടെ കൂട്ടിയിട്ട് എഴുതുക. അപ്പൊ എത്ര കിട്ടും നമുക്ക്? 5/6. അതായത് മേലെ 2 സ്ഥലത്തും 1 വന്നിട്ട് അഡിഷൻ ആണെങ്കിൽ താഴെ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, മേലെ രണ്ടും കൂടെ കൂട്ടുന്നത്. അപ്പൊ മുകളിൽ സമ്മ്, താഴെ പ്രൊഡക്റ്റ്. ഓക്കെ, ആരെ മാത്രമേ നോക്കുന്നുള്ളൂ? 1നെ നോക്കുന്നില്ല. നമ്മൾ നോക്കുന്നത് 2നെയും 3നെയും മാത്രം എടുത്തിട്ടാണ് ചെയ്യുന്നത്. 2 + 3/6. സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും. 1 വരുന്ന കേസാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? ആദ്യം മുകളിൽ ഇത് രണ്ടും കൂടെ കൂട്ടി എഴുതുക. 3ഉം 5ഉം കൂട്ടി എഴുതുക. താഴെ എന്ത് ചെയ്യണം? രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 8/15. അത് മനസ്സിൽ തന്നെ നമുക്ക് എഴുതാൻ പറ്റും. 3ഉം 5ഉം കൂട്ടിയിട്ട് 8 /15. അതിന്റെ പ്രോസസ്സാണ് ഞാൻ ഇവിടെ എഴുതിയത്. അങ്ങനെയാണ് എങ്കിൽ 1/2 - 1/3 ഒന്നും നോക്കണ്ട. നേരത്തെ പറഞ്ഞ അതേമാതിരി താഴെ എന്ത്? 2ഉം 3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. മുകളിൽ എന്ത് ചെയ്യുക? 3 നമ്മൾ 2 കുറക്കുക. 2 3 കുറക്കാനാവില്ലല്ലോ. അതുകൊണ്ട് 3 നമ്മൾ എന്ത് ചെയ്യുന്നു? 2 നമ്മൾ കുറക്കുന്നു. അപ്പൊ ആൻസർ എത്ര കിട്ടും? 1/6. ഓക്കെ, അതായത് ഇവിടെ വരുമ്പോ മുകളിൽ സമ്മ് ബൈ പ്രൊഡക്റ്റ് വരും, ഇവിടെ വരുമ്പോ ഡിഫറൻസ് ബൈ പ്രൊഡക്റ്റ് വരും. തമ്മിലുള്ള വ്യത്യാസം ബൈ ഗുണിതം, അതായത് ഗുണിച്ച് കിട്ടുന്ന ഗുണനഫലം വരുന്നു എന്നർത്ഥം. ഐഡിയ മനസ്സിലായല്ലോ? അങ്ങനെയാണ് ഇതിന്റെ ആൻസർ നിങ്ങൾ ഒന്ന് പറയൂ. അപ്പൊ ഇവിടെ മുകളിൽ എന്താ വരിക? ഇവ തമ്മിലുള്ള ഡിഫറൻസ് അത് എത്രയാണ്? 2 / 3ഉം 5ഉം തമ്മിലുള്ള ഗുണനം
പ്രൊഡക്റ്റ് എത്ര കിട്ടും? 3 × 5 15. ഓക്കെ, ഡിഫറൻസ് വരുമ്പോ ഡിഫറൻസ് ഇവിടെ എഴുതുക, സമ്മ് വരുമ്പോ ഇവിടെ സമ്മ് എഴുതുക. താഴെ 2 സ്ഥലത്ത് എന്താ എഴുതേണ്ടത്? ഇവിടെ ആയാലും പ്രൊഡക്റ്റ് എഴുതണം, ഗുണനഫലം എഴുതണം, ഇവിടെ ആയാലും ഗുണനഫലം എഴുതണം. ഇഷ്ടമായിട്ടുണ്ടാവുമല്ലോ? ഓക്കെ, ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന്, അതായത് മത്സര പരീക്ഷകൾക്കൊക്കെ, സ്കോളർഷിപ്പ് പരീക്ഷകൾക്കൊക്കെ ഇങ്ങനെ വരുന്ന ചോദ്യങ്ങൾ, 1 വരുന്ന ഫ്രാക്ഷനിലെ 2 ചോദ്യങ്ങൾ കൂടി ഞാൻ പരിചയപ്പെടുത്തുകയാണ്. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. 1/2 + 1/4 1/8 + 1/6. എന്താ ഇതിന്റെ പ്രത്യേകത? നോക്കൂ, ന്യൂമറേറ്റർ അംശങ്ങളിലെല്ലാം 1 ഉണ്ട്. താഴെ വരുന്ന നോക്കൂ, 2, 4, 8, 16. അതായത് 2, 4, 8 എന്ന് പറഞ്ഞാൽ 2ന്റെ ഇരട്ടി, ഇവിടെ വീണ്ടും ഇരട്ടി, വീണ്ടും ഇരട്ടി. ഇങ്ങനെ വരുന്ന ഫ്രാക്ഷൻസിന്റെ, അതായത് ഭിന്നസംഖ്യകളുടെ തുക, സമ്മ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് ആവശ്യം ഇതിനെ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അവിടെ ചെയ്യുന്ന എന്താണെന്നറിയോ? ആ 16ൽ നിന്ന് 1 കുറച്ചിട്ട് ഈ 16 തന്നെ എഴുതിയാൽ മതി. അതായത് ഈ 16 തന്നെ താഴെ എഴുതുക, 16ന്ന് 1 കുറച്ച് മേലെ എഴുതുക. അപ്പൊ ആൻസർ 15/16. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇങ്ങനെയുള്ള വലിയൊരു ഫ്രാക്ഷൻസിന്റെ തുക കണ്ടുപിടിക്കാൻ പറയുമ്പോൾ അവിടെ LCM വേണ്ട, അതായത് ലസാഗു, അത് നമ്മൾ കണ്ടുപിടിക്കുന്നില്ല. നമ്മൾക്ക് ഇത് മാത്രം മതി, പ്രത്യേകത മാത്രം നോക്കുക, മനക്കണക്കായിട്ട് ആൻസർ കണ്ടുപിടിക്കുക. അപ്പോഴും ഇത് നോക്കിയാൽ മേലെ എല്ലാം 1 ആണ്, താഴെ 2, 4, 8, 16, 32, 2, 4, 8, 16, 32 ആണ് താഴെ വരുന്നത്. എല്ലാം ഇരട്ടിയല്ലേ വരുന്നത്. അപ്പൊ ആൻസർ നമുക്ക് കിട്ടുന്നു. താഴെ ആര് തന്നെ? 32 തന്നെ. മേലെയോ 32ന്ന് 1 കുറച്ചത്, അത് എത്രയാ വരിക? 31. ഓക്കെ, ഈ 1ന്റെ ഓരോ പ്രോപ്പർട്ടികളും കറക്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇനി നോക്ക്, ഇങ്ങനെയുള്ള ഒരു ചോദ്യങ്ങളും വരാറുണ്ട് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന്. എന്താ അതിന്റെ പ്രത്യേകത? 1 - 1/2, 1 - 1/3, എല്ലാം 1ന്ന് കുറക്കുകയാണ്. ആരെയാണ് കുറക്കുന്നത്? ഓർഡറിൽ പോകുന്ന നമ്പറുകളാ. 2, 3, 4 അങ്ങനെ പോയി ഇവിടെ കുത്തുണ്ട്, എക്സെട്ര ഉണ്ട്. ഇവിടെ 1 - 1/4 കഴിഞ്ഞ് 1 - 1/5 ഉണ്ടാവും, 1 - 1/6 ഉണ്ടാവും. അങ്ങനെയുള്ള നമ്പർ ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ 1 - 1/10 വരെ ഉണ്ട് വിചാരിച്ചോ. അപ്പൊ അതിന്റെ ആൻസർ നമുക്ക് കിട്ടുന്നത് എത്രയായിരിക്കും എന്നറിയോ? ആൻസർ 1/10 ആയിരിക്കും. അതായത് ഈ 1ഉം ഈ 10ഉം കൂടെ നമ്മൾ ഇവിടുന്ന് 1 - ആണ് പോകുന്നതെങ്കിൽ അത് മാത്രം നമ്മൾ അവിടെ എഴുതിയാൽ മതി, വേറെ ഒന്നും നമുക്ക് അതിന്റെ ആവശ്യമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ എത്ര വരും നോക്കിയാൽ 1 - 1/2, 1 - 1/3, 1 - 1/4 ഇങ്ങനെ എക്സെട്ര 1 - 1/29 ഉണ്ട് വിചാരിച്ചോ. അപ്പൊ അതിന്റെ ആൻസർ നമുക്ക് എത്ര കിട്ടും? നമുക്ക് ആൻസർ 1/29 ആയിരിക്കും. ഇങ്ങനെയുള്ള ഈ നമ്പറുകളുടെ പ്രത്യേകതകൾ, ഓരോന്നിന്റെ പ്രത്യേകത മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും സ്കൂളിലെ ക്ലാസ്സുകളിലൊക്കെ നമുക്ക് സ്മാർട്ടായിട്ട് ഒരു പറയുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ആൻസർ മനക്കണക്കായി കണ്ടുപിടിക്കാൻ കഴിയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഞാൻ വീണ്ടും പറയുന്നു, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.